സന്ദേശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നുണ്ട്. വർത്തമാനകാല സാഹചര്യത്തിൽ 100-ാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷത്തിന്റെ നിറവിൽ രാജ്യത്തെ നിങ്ങൾ കാസർഗോഡേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാസ്തവമായ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹനീയമായ ആശയങ്ങളിൽ ഒന്നാണ് മതേതരത്വം എന്ന് പറയുന്ന ആശയം. ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷങ്ങൾ, ഇനി വരാൻ വേണ്ടി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആൾക്കൂട്ടം ഒന്നിച്ചു കൂടുമ്പോൾ ആൾക്കൂട്ടം പറയുന്നത് പോലെ നയിക്കപ്പെടുകയല്ല സമസ്ത പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ആൾക്കൂട്ടങ്ങളിലെല്ലാം വിശ്വാസത്തിന് ഊന്നിയിട്ടുള്ള, ആത്മീയ ബോധത്തിന് ഊന്നിയിട്ടുള്ള, എന്നാൽ സമൂഹ നന്മയ്ക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാത തെളിയിച്ചു കൊടുക്കാൻ ഈ പണ്ഡിത നേതൃത്വം കൊടുത്ത ഇടപെടലുകൾ 200 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് സംശയങ്ങൾ. വർത്തമാനകാലത്ത് 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ പ്രസക്തി ഏറെ കൂടി വരുന്നതാണ്. മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അന്ധമായ വിഭാഗീയതയുടെ, ഭിന്നിപ്പിന്റെ, വിദ്വേഷത്തിന്റെ സ്വരങ്ങൾ അവിടെ ഇവിടെയും പറയുന്നത് കേൾക്കുമ്പോൾ വിദ്വേഷമല്ല, നന്മയാണ് വേണ്ടത്. വെറുമല്ല, സ്നേഹമാണ് വേണ്ടത്. നമുക്കുള്ള അറിവും നമ്മുടെ വിവേകവും ആ സ്നേഹത്തിന്റെ പാതയോട് നയിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഞാൻ അഭിമാനം പറയുന്നു. കേരളത്തിന്റെ ഒരു തണലായി, താങ്ങായി സമസ്ത എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ്. ഇവിടെ രാജ്യത്ത് നടക്കുന്ന, ഞാനിവിടെ മറ്റൊരു ക്ലാസിന്റെ പേരിലോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഉപകാരം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു വേറെ രീതിയിലുള്ള സമ്മേളനമാണ്. പൊതുസമ്മേളനമാണെങ്കിൽ ഞാൻ കുറെ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റുമായി. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മുടെ രാജ്യം നമുക്ക് പകർന്നു നൽകുന്ന, നമ്മുടെ ഭരണഘടന നമുക്ക് പകർന്നു നൽകുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട്. അത് നമുക്കൊക്കെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 25 നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനും, നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാനും, ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുന്നതിനുള്ള ആ അന്തരീക്ഷം ഇന്ന് ആ അന്തരീക്ഷം ചോദ്യം ചെയ്യപ്പെടുന്ന കാലങ്ങൾ, ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലം. ആർട്ടിക്കിൾ 25 അനുസരിച്ച്, ഭരണഘടനയനുസരിച്ച് വിശ്വാസങ്ങൾ, ഏതേത് വിശ്വാസങ്ങളായാലും ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള പൗരന്റെ അവകാശം പകർന്നു കൊടുക്കുന്ന സർക്കാരുകൾ അത് പകർന്നു കൊടുക്കുന്നതിന് പകരം അത് നിഷേധിക്കാനും അതില്ലാതാക്കാനും അത്തരം ആളുകളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ടാർഗറ്റിലായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാത്തവണ്ണം നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടാക്കി. അതിന്റെ മറ്റൊരു ഭാഗമായിരുന്നു ഞങ്ങളുടെ പാർലമെന്റിലൊക്കെ സംസാരിച്ചപ്പോൾ വഖഫിന്റെ സ്വത്തുക്കൾ, വഖഫിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തന്നെ ഡിബേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു സമൂഹത്തെ മാത്രം ഒറ്റയ്ക്ക് ഞാൻ കേൾക്കാനും അവിടേക്ക് മാത്രം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭരണഘടനയിൽ തന്നെ ഉപയോഗിക്കുന്ന, പാർലമെന്റിൽ തന്നെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മുടെ നാട് കണ്ടുപോകുന്നത് വിസ്മരിക്കാൻ വഴി നമുക്ക് പോകുന്നല്ല എന്ന് പറയാൻ കഴിയും. ശരികൾ നിർമ്മാണം ചെയ്യണം. നമ്മുടെ നാട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാകണം. ശരികൾ നിർമ്മാണം ചെയ്യുമ്പോൾ പൊതുവായ തത്വം സ്വീകരിക്കുന്ന സർക്കാരുകൾ
ചില ജനങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ അവരുടെ ഉദ്ദേശം നാട് നന്നാക്കുകയല്ല, നാടിന്റെ വീതികൾ നന്നാക്കുകയല്ല, അവർക്കുള്ള കൃത്യമായ അജണ്ടകൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കി വഴിയൊരുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ട കാര്യം. ഈ അപകടകരമായ പോക്കിനെ ജനാധിപത്യ വിശ്വാസികളായുള്ള മതേതര വിശ്വാസികളായ നമുക്കൊന്നും ശരിയായ രീതിയിൽ നോക്കിക്കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനകാല സമയത്തിന്റെ. അതുകൊണ്ടാണ് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളാണ്. ഞങ്ങളുടെ നേതാവ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, നഗരത്തിലെ ബസാറിലെയും മുഖത്തിലെയും ദൂക്കാൻ പോലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കൊച്ചുകടകൾ തുറക്കുക എന്നുള്ളത് ഈ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന വെറുപ്പിന്റെ മൊത്ത കച്ചവടക്കാർ രാജ്യത്ത് നിൽക്കുമ്പോൾ സ്നേഹത്തിന്റെ കടകൾ തുറക്കാൻ അത് ജാതിയും മതവും ഒന്നും ബാധകമാക്കാതെ എല്ലാവരെയും കൊണ്ട് സ്നേഹത്തിന്റെ കടകൾ തുറക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആ വഴിയിൽ വിദ്വേഷത്തിന്റെ ഒരു വിദ്വേഷം ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചൊരു വിദ്വേഷം പ്രചരിപ്പിക്കാനല്ല, ഒരക്രമം ഇങ്ങോട്ട് നടക്കുമ്പോൾ മറ്റൊരക്രമം അങ്ങോട്ട് നടക്കാനല്ല. അവിടെയൊക്കെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ വാതായനങ്ങൾ തുറന്നുകളാണ് സമസ്തയെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ എടുത്തു പറയേണ്ട കാര്യം. അതാണ് നാട് ആവശ്യപ്പെടുന്നതും. കൃത്യമായ ഡിസൈനും അജണ്ടയുമായി രാജ്യത്തെ സ്ഥിരീകരിക്കുന്ന ശക്തികളുടെ മുന്നിൽ ആയുധമാവുകയല്ല, അവർക്ക് വാളുണ്ടാക്കി കൊടുക്കുകയല്ല, മറിച്ച് നാട്ടിന്റെ പൊതുവായുള്ള ജനങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുക. അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഈ പണ്ഡിത സമ്മേളനം നമുക്കറിയാം, ഈ സംസ്കൃത സമ്മേളനം കേവലം വ്യക്തികളെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ലക്ഷക്കണക്കിന് സജ്ജല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ പണ്ഡിതന്മാർക്കും 1000 വരെ 10000 വരെ ആളുകളെ സ്വാധീനിക്കാനുള്ള ആസ്വരീയതയുള്ളവരാണ്. കേവലം നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷം പറയുകയല്ല, മറിച്ച് സ്നേഹത്തിന്റെ സ്വാധീനം ലഭിക്കുന്നതാണ്. ആദ്യത്തിന്റെ ഏറ്റവും വലിയ ഇതിൽ ഒരു വലിയ പ്രതിഷ്ഠയായി നമ്മുടെ നാടുകളുണ്ടാകും. ഈ അപകടകരമായ കാലഘട്ടത്തിൽ എന്ന് വ്യക്തിപരമായി മനസ്സിലാക്കുന്നവരുടെ ഈ മഹാസമ്മേളനം കാസർഗോഡ് സമാപിക്കുമ്പോൾ 100 വർഷം പിന്നിട്ട സമസ്തയെക്കുറിച്ച് കാസർഗോഡ് ഈ മഹാസമ്മേളനത്തോട് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, ലോകം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, കേരളം ആഗ്രഹിക്കുന്ന മഹത്തരമായിട്ടുള്ള ഈ ഒരു പൈതൃകം, രാജ്യം ആഗ്രഹിക്കുന്ന മഹത്തരമായ പൈതൃകത്തിലേക്ക് ഏറ്റവും വിലപ്പെട്ട സഭാകൾ കൂടുതൽ ചെയ്യാൻ സമസ്തകളിലേക്ക് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. കേരള സമൂഹം ആദരിക്കുന്ന നേതൃത്വം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും, സമസ്തയുടെ ഭാരവാഹികളെല്ലാവരും അപാരമായിട്ടുള്ള നേതൃപാഠത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാനുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഘടനാ പാഠത്തിന്റെ വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനം ഈ നാടിന് സമർപ്പിക്കാൻ പോകുന്ന വലിയ നല്ല കാര്യങ്ങൾ, അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിന് ഈ നാട് കാത്തിരിക്കുകയാണ്. എല്ലാ നാടിന്റെ ഒട്ടാകെ മനസ്സ് സമ്മേളനത്തോടൊപ്പം മാത്രമല്ല, സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഭാവി കാര്യങ്ങളോടൊപ്പം കൂടി ഉണ്ടാകും എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.